16ാം നിയമസഭയുടെ സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം വാക്പോരുകൾ കൊണ്ട് മുഴങ്ങുകയായിരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ കരുത്തറിയിച്ചു. LDF കാലത്തെ ധനസ്ഥിതി സംബന്ധിച്ച UDF സർക്കാർ ധവളപത്രം ഇറക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ കസേരയിലെ തന്റെ ആദ്യ അമ്പ പിണറായി വിജയൻ എയ്തത്. എന്നാൽ അതിൽ കാര്യമൊന്നും ഉണ്ടായില്ല. ആ അമ്പ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ തിരിച്ചടിച്ചു. നിയമസഭയിൽ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ധവളപത്രം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച ഞങ്ങളുടെ വാ അടപ്പിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുമ്പോഴായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂരിന്റെ ഒരു തന്ത്രപ്രധാനമായ നീക്കം നടന്നത്. കീഴ്വഴക്കമനുസരിച്ച് അടിയന്തര പ്രമേയത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള മുന്നണിയിലെ ആൾക്കാണ് വാക്കൌട്ട് പ്രസംഗം നടത്താൻ അനുവാദമുള്ളത്. നിലവിൽ സഭയിൽ CPM, CPI എന്നിവയ്ക്ക് ശേഷം അംഗബലത്തിൽ 3 പേരുള്ള BJPക്കാണ് ഇരിപ്പിടമുള്ളത്. LDF ഘടകകക്ഷിയായ RJDക്ക് ഒരു MLA മാത്രമുള്ളതിനാൽ പിന്നിലാണ് അവർക്ക് സ്ഥാനം. സ്വാഭാവികമായും RJD MLA ആണ് വാക്കൌട്ട് പ്രസംഗം നടത്തേണ്ടത്. എന്നാൽ അവിടെ ചാടിക്കയറി BJPയുടെ നിയമകക്ഷി നേതാവ് BB ഗോപകുമാർ സംസാരിക്കാൻ തുടങ്ങി. പുതിയ അംഗമായതുകൊണ്ടും സഭാ നടപടികളെക്കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ടും സംസാരിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടയാൻ സ്പീക്കർ തയ്യാറായില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പിന്നീട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയിട്ടും അലറി വിളിച്ചുകൊണ്ട് തിരികെ വന്നത്. പ്രതിപക്ഷത്തിന്റെ ഈ നീക്കത്തെ വളരെ ശാന്തമായിട്ടാണ് സ്പീക്കർ നേരിട്ടത്. ഗോപകുമാർ സംസാരിച്ചതിന് പ്രതികരിച്ച് പിണറായിക്ക് തക്ക മറുപടിയും അദ്ദേഹം സഭയിൽ വെച്ച് തന്നെ കൊടുക്കുകയുണ്ടായി. പുതിയ ആളായതുകൊണ്ട് തന്റെ ഉദാരമനസ്കതയാണെന്നും തുടക്കത്തിൽ തമ്മിൽ തല്ലേണ്ട എന്നുമായിരുന്നു തിരുവഞ്ചൂരിന്റെ തിരിച്ചടി. സഭയിൽ പിണറായിക്ക് മറുപടി കൊടുക്കുന്ന തിരുവഞ്ചൂരിന്റെ വീഡിയോ താഴെ കൊടുക്കുന്നു, കാണാം. പ്രവീൺ സംസാരിക്കണ്ടേ? പ്രവീണിന്റെ മൈക്കുണ്ടല്ലോ, എന്താ സംസാരിക്കാത്തത്? അവിടെ മൈക്ക് തന്നിട്ടുണ്ട്. മൈക്ക് തന്ന് വാക്കൌട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങ് സംസാരിക്കൂ, ഇല്ലെങ്കിൽ അങ്ങേക്ക് വാക്കൌട്ട് പ്രസംഗം ഇല്ല എന്നുള്ള ധാരണ നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടി വരും. ഒരു സെക്കൻഡ് പ്രവീൺ, വാക്കൌട്ട് പ്രസംഗം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ലിമിറ്റിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, എനിക്കറിയാം. അത് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് തുടങ്ങിയത് കൊണ്ട് നമ്മളൊരു ചെറിയ സാവകാശം കൊടുത്താലും ഞാൻ ആദ്യതേ പറഞ്ഞു. പ്രവീണിന്റെ വാക്കൌട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അത് നിർവഹിക്കാം. വാക്കൌട്ട് പ്രസംഗം നടത്തിക്കോളൂ. അദ്ദേഹത്തെ അനുവദിക്കതിനാണ് പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൌട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെൻ്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമ്മളത് പറഞ്ഞു, പ്രശ്നം തീർന്നു. പ്രവീണിനെ നമ്മൾ വാക്കൌട്ട് പ്രസംഗത്തിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങ് കഴിയുന്നത്ര ലിമിറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഉപകാരം.